ഇനി മറ്റു വാർത്തയിലേക്ക്. കൊല്ലത്തെ പോലീസ് പരിശോധനയിൽ KSRC ഡ്രൈവർ ഉൾപ്പെടെ 17 ഡ്രൈവേഴ്സ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായവരിൽ 5 സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മളെ നടുക്കുന്നു. അരുൺ രാജ് വീണ്ടും ചേരുകയാണ്. അരുൺ രാജ്, ഈ പരിശോധന നടത്തിയപ്പോൾ വെള്ളം അടിക്കാത്ത ഡ്രൈവേഴ്സ് ഇല്ലെന്നാണോ വിവരം? ആകെ പരിശോധന നടന്നത് 2.5 മണിക്കൂറാണ്. ഈ 2.5 മണിക്കൂർ നീണ്ട പരിശോധനയിലാണ് ഇത്രയധികം, അതായത് 17 ഡ്രൈവർമാരെ മദ്യപിച്ച് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. കൊല്ലം സിറ്റി പരിധിയിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശാനുസരണം കൊല്ലം ACP ഷെരീഫ് അടങ്ങുന്ന സംഘമാണ് ഈ പരിശോധന നടത്തിയത്. ഇതിൽ ഒരു KSRTC ഡ്രൈവർ, അത് കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ, അതുപോലെ തന്നെ 10 സ്വകാര്യ ബസ് ഡ്രൈവർമാർ, 5 സ്കൂൾ ബസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. ഒരു ടെമ്പോ ട്രാവലർ ഡ്രൈവറെയും പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പരിശോധന തുടരുമ്പോൾ ഈ ഡ്രൈവർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഈ പരിശോധന വിവരങ്ങൾ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ചോർന്നു നൽകിയതിനെ തുടർന്ന് പലയിടവും സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെച്ചതായുള്ള ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എണ്ണം നഗരത്തിൽ കൂടുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു പരിശോധനയ്ക്ക് തുടക്കമിട്ടത്. ആ പരിശോധനയ്ക്കൊടുവിലാണ് 17 ഡ്രൈവർമാരെ ഇത്തരത്തിൽ മദ്യപിച്ച് പിടികൂടിയിട്ടുള്ളത്. ഈ 17 പേരെയും ഇപ്പോൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നടപടികൾ തുടങ്ങി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ റൈഡർ വീണ്ടും ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരും എന്നുള്ളതാണ്. എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എണ്ണത്തിൽ കുറവില്ല എന്ന് തെളിയിക്കുന്നതാണ് 2.5 മണിക്കൂർ നീണ്ട കൊല്ലം സിറ്റി പോലീസിന്റെ ഈ പരിശോധന. ഓക്കെ, താങ്ക് യു അരുൺ രാജ്.